പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്റർവ്യൂ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തത് മെറ്റയ്ക്ക് പറ്റിയ അബദ്ധമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഇന്റർവ്യൂ പോസ്റ്റിലെ കമന്റുകൾ നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. വീഡിയോ റീസ്റ്റോർ ചെയ്യാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റുകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടതാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. നമ്മുടെ സൈബർ പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് സൈബർ സെല്ല് ഇങ്ങനെ ഒരു കമൻറ്റ് അവരുടെ മുൻപ് വരുമ്പോൾ അവർ മെറ്റാവോട് പറഞ്ഞത് ഈ കമൻറ്റ് നീക്കണമെന്ന് ആയിരുന്നു. പക്ഷേ ബൈ മിസ്റ്റേക്ക് ആ മൊത്തം വീഡിയോ അവർ നീക്കി എന്നുള്ളതാണ് ഒരു ഫാക്ച്വൽ പൊസിഷൻ. പിന്നെ താങ്കൾ എന്നോട് പിന്നെ പോലീസിനോട് ആ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു അബ്നോക്ഷ്യസ് കണ്ടന്റ് മാത്രം നീക്കേണ്ട ഒരു കാര്യത്തിൽ മൊത്തം വീഡിയോ തന്നെ നീക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വന്നു. പിന്നെ ഇമീഡിയറ്റ് ആയിട്ട് പോലീസ് മെറ്റയിനടുത്ത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ DG മീഡിയയോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് പോലീസിന്റെ ഭാഗത്തിന് പോയിട്ടുണ്ട്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. സുനിൽ ഐസക് തിരുവനന്തപുരത്ത്. സുനിൽ, പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ പൂർണ്ണമായും ഫേസ്ബുക്കിൽ നിന്ന് നീക്കിയത് അതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന ആക്ഷേപവും വിമർശനവും പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നു അതിന്റെ ഫാക്ച്വൽ പൊസിഷൻ എന്നത് അവർക്ക് പറ്റിയ അബദ്ധമാകാം. എന്ന് വെച്ചാൽ അതിന് കീഴിലുള്ള കമന്റുകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മെറ്റ അത് പൂർണ്ണമായും നീക്കുകയാണ് ചെയ്തത് എന്ന് രത്തൻ യു ഖേൽക്കർ പറയുന്നതിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒന്നാണോ? അതിലിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നിട്ടില്ല. കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണം വന്നിട്ടുണ്ടോ? എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചതെന്നാണ് രത്തൻ ഖേൽക്കർ പറയുന്നത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വരുന്ന രണ്ടാമത്തെ ആരോപണമാണിത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ കത്തിൽ BJPയുടെ ചിഹ്നം പതിച്ചത് വലിയ വിവാദമായിരുന്നു. അതിൽ സ്വയം തെറ്റുപറ്റിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നു. ഒപ്പം നടപടി ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെയാണ് ഇപ്പോൾ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ അഭിമുഖം പൂർണ്ണമായി ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്ന സാഹചര്യം ഉണ്ടായത്. അത് മെറ്റ അതിന് നൽകിയ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യപ്രകാരമാണ്, അല്ലെങ്കിൽ പോലീസിന്റെ ആവശ്യപ്രകാരമാണ് അത്തരമൊരു തീരുമാനം എടുത്തത് എന്നായിരുന്നു. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കീഴിലാണ് പൂർണ്ണമായി ഇപ്പോൾ പോലീസ് ഉള്ളത്. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നായിരുന്നു മെറ്റയുടെ വിശദീകരണം. പക്ഷേ ഇന്ന് രാവിലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല, അത് മെറ്റയ്ക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് പോലീസ് മേധാവി തന്നെ രാവിലെ വിശദീകരിച്ചിരുന്നു. അതായത് ഇതിന്റെ കമന്റ്സ് നീക്കം ചെയ്യാനാണ് നിർദ്ദേശിച്ചതെന്നും പക്ഷേ മെറ്റ അഭിമുഖം പൂർണ്ണമായും നീക്കം ചെയ്യുകയായിരുന്നു എന്നുമാണ് രാവിലെ പോലീസ് വിശദീകരിച്ചത്. മാത്രമല്ല ഈ ചില വർഗീയ പരാമർശങ്ങളും മറ്റുമൊക്കെ ഈ കമന്റ്സ് ആയി ഉണ്ടായിരുന്നു. അത്തരം കമന്റ്സുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് മെറ്റയ്ക്ക് മുന്നിൽ പോലീസ് വെച്ചിരുന്നതെന്ന് ആയിരുന്നു രാവിലെ പോലീസിന്റെ വിശദീകരണം. ആ വിശദീകരണം ആവർത്തിക്കുകയാണ് അല്പസമയം മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ. അദ്ദേഹം പറയുന്നത് മെറ്റയ്ക്ക് അബദ്ധം പറ്റിയതാണ്. പോലീസിനോട് അങ്ങനെ ഒരു നിർദ്ദേശമല്ല പോലീസ് മെറ്റയ്ക്ക് നൽകിയത്. ഇത്തരം പ്രകോപനപരമായ കമന്റ്സ് അത് നീക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ മെറ്റ പൂർണ്ണമായി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് റീസ്റ്റോർ ചെയ്യാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊരാവശ്യം മെറ്റയ്ക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ പോലീസ് എന്ന നിലയ്ക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ലക്ഷ്യത്തോടു കൂടി നൽകിയ കത്തല്ല. അതിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യാൻ പാടില്ല. അത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യമായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ ചിലപ്പോൾ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ചില കമന്റ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ചില വർഗീയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കാരണങ്ങൾ കൊണ്ടാണ് അത്തരം ഒരു കത്ത് നൽകേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതിന് സമാനമായി മറ്റൊരു ആരോപണം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് CPIയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണമാണ്. CPI നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ദൂരദർശൻ അവർക്കൊരു സ്ലോട്ട് നൽകാറുണ്ട്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള ഒരു സ്ലോട്ട് അത് CPIക്കും നൽകിയിരുന്നു. 15 മിനിറ്റ് നേരമാണ് ആ സ്ലോട്ട് നൽകിയത്. അതിൽ ഇന്നലെ CPIയോട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ 15 മിനിറ്റ് നേരം CPI ദൂരദർശനിലൂടെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം CPI പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ദൂരദർശന് നൽകുകയും ദൂരദർശൻ പക്ഷേ അതിൽ BJPക്കെതിരായ ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അല്പസമയം മുമ്പ് ആരോപണമായി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ദൂരദർശനിലൂടെയുള്ള ആ പ്രസ്താവന അല്ലെങ്കിൽ ദൂരദർശനിലൂടെ ലഭിച്ച സ്ലോട്ട്
വേണ്ടെന്ന് വെക്കുകയാണെന്ന് CPI നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വഴങ്ങി ചില കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന ആക്ഷേപമാണ് ഈ വിഷയങ്ങളിലെല്ലാം പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നോക്കൂ, നേരത്തെ MV ജയരാജൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കണ്ണൂരിൽ സമാനമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതപരമായി പെരുമാറുന്നുവെന്ന ആരോപണം വരുന്നു. എന്തായാലും ഇതിനൊക്കെയുള്ള വിസ്തീർണമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയല്ല ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്ന വിസ്തീർണമാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറും നൽകുന്നത്. സേഫ്. യെസ്, എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ അഭിമുഖ വീഡിയോയ്ക്ക് താഴെയുള്ള മോശം പ്രകോപനപരമായ കമന്റുകൾ നീക്കം ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ അഭിമുഖം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് മെറ്റ ചെയ്തിരിക്കുന്നത്. ഒരു അബദ്ധം പറ്റിയതാകാം, അതിനെ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്ന രത്തൻ ന്യൂക്കരുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും, എത്ര തൃപ്തികരമായ രീതിയിലായിരിക്കും കോൺഗ്രസും പ്രതിപക്ഷവും കാണുക എന്നതാണ് ഇനി അറിയേണ്ടത്. കമന്റ് നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടാൽ വീഡിയോ അപ്പാടെ ഡിലീറ്റ് ചെയ്യുന്ന അത്രയും രീതിയിലുള്ള അബദ്ധമൊക്കെ പറ്റുന്ന ആളുകളാണോ മെറ്റ എന്ന ചോദ്യം ഇപ്പുറത്ത് ഉയരാവുന്നതേ ഉള്ളൂ.